ബിഹോൾഡിങ് അവർ ഗോഡ്. ജാഗ്രതയോടെ ദൈവത്തെ നോക്കുക. അപ്പം ബിഹോൾഡിങ് എന്ന് പറയുമ്പോഴേ നമ്മൾ പറയാം തുറിച്ച് നോക്കുക, അല്ലെങ്കിൽ അവലോകനം, അഭിവീക്ഷണം. നമ്മൾ ജാഗ്രതയായിട്ട് ഒരാളെ നോക്കുകയാണ്. നമ്മൾ ഒരാളെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വി ബിക്കം വാട്ട് വി ലുക്ക് അറ്റ്. നമ്മൾ ആരെ നോക്കുന്നു ആ വ്യക്തിയായിട്ട് നമ്മൾ മാറും ക്രമേണ. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് എന്താണ് ലുക്ക് ചെയ്യുന്നത്, എന്താണ് കാണുന്നതെന്ന് വളരെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങേയറ്റത്തെ ടെക്നോളജി ഉള്ളപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, പിന്നെ നമുക്ക് യൂട്യൂബുണ്ട്, നമുക്ക് അഡ്വർടൈസ്മെൻറ്റുകളുണ്ട്, ടി വി ഉണ്ട്. എല്ലാ സദ്യ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ പോലും വേണ്ടാത്തതായിട്ടുള്ള 100 അഡ്വർടൈസ്മെൻറ്റും വേണ്ടാത്ത മെസ്സേജുകളും വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അറിയാതെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പരിശുദ്ധാത്മ പറയും നിർത്ത് എന്ന് പറയുന്നതിന് നമ്മൾ ചിലപ്പോൾ അറിയാതെ പോകും. ചില ഹാംലെസ് ആയിട്ടുള്ള തിങ്കിങ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ കുക്കിങ്ങിനെ വേറെ ഏതാണ്ട് നോക്കിയാൽ പോകും, കുക്കിങ്ങിലായിട്ട് കയറും, പിന്നെ അതേ തന്നെ അങ്ങ് ഇരിക്കും. പിന്നെ ഗാർഡനിങ് സമയം അങ്ങ് പോകുന്ന അറിയത്തില്ല. കാരണം ഇൻ ദ ഫാം യു ഹാവ് എവറിത്തിങ് അവൈലബിൾ. പണ്ട് കാലത്ത് ഇതെല്ലാം നമ്മൾ ഓരോന്ന് ഇറങ്ങിച്ചെന്ന് ചെയ്ത് പരീക്ഷിച്ച് പഠിച്ചിരുന്നവർ ഇന്നെല്ലാം വിരൽത്തുമ്പിലുണ്ടെന്നല്ലാതെ ജീവിതത്തിലൊന്നും നേടുന്നില്ല. എല്ലാം എളുപ്പം ഉണ്ടാക്കിയേച്ച് നമ്മൾ ജീവിതത്തിൽ നിന്ന് പൊടി പോലെ അതല്ല നശിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ബിഹോൾഡിങ് ഈ ഒരു തലമുറകൾക്ക് അത്യാവശ്യമുള്ളതാണ്. ഒരു കാര്യത്തിലേക്ക് ജാഗ്രതയോടെ നോക്കുക. അപ്പം നമ്മൾ ജാഗ്രതയോട് നോക്കുമ്പോൾ നമ്മൾ ആരെയാണ് നോക്കുന്നതെന്ന് എന്തിനെയാണ് നോക്കുന്നത് അതുപോലെയായി മാറുകയാണ്. അപ്പം ബിഹോൾഡ്, സീ ഓർ ഒബ്സർവ് സമ്മൺ ഓർ സംതിങ്. ബിഹോൾഡ് യുവർ ലോർഡ് ആൻഡ് പ്രിൻസ്, അങ്ങനെയാണ് പറയുന്നത്. നിൻ്റെ ദൈവത്തെയും നിൻ്റെ രാജാവിനെയും നീ നോക്കിക്കൊണ്ടിരിക്കണം. അതാണ് നമ്മൾ കഴിവില്ലാത്ത ഒരാളുടെ പുറകെ പോയി അവനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു ഗുണവുമില്ല. നമുക്ക് തന്നെ വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെക്കാട്ടിലും പ്രാപ്തിയുള്ളവരുടെ അടുക്കൽ ചെന്നിരുന്നാൽ അത് പ്രയോജനമാണ്. അതല്ല, അങ്ങനെ കഴിവില്ല എങ്കിൽ ദൈവത്തിൻ്റെ മുഖത്ത് നമ്മൾ രാവിലെ തോറും ഇരുന്ന് അവനിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചെടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അതും ഒരു കൃപയാണ്. അപ്പം ബിഹോൾഡിങ്ങിൻ്റെ ശക്തി എന്ന് പറയുന്നത് എത്ര തീഷ്ണതയോട് നമ്മൾ ഒരാളെ നോക്കുന്നതാണ്. 131-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയ പോലെ ആകുന്നു. ഇസ്രായേലേ, ഇന്ന് മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെക്കുക. അപ്പം എൻ്റെ പ്രാണനെ മിണ്ടാതാക്കുക, താലോലിച്ച് മിണ്ടാതാക്കുന്നതിനെ ഉപമിച്ചിരിക്കുന്നത് ഒരമ്മയുടെ മുലൽപ്പാല് കുടിച്ചിട്ട് സംതൃപ്തമായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ്. ആ ഒരു പിക്ചർ വരുമ്പോഴേ ആ കുഞ്ഞ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമായിട്ട്, അതിന് പിന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു ചിന്തയില്ല. അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒരു പൈതലിൻ്റെ, അതായത് ശിശു അമ്മയുടെ പാല് കുടിച്ചു കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന സംതൃപ്തിയും അതിനുണ്ടാകുന്ന ഫുൾഫിൽമെൻറ്റും നമ്മൾ ക്രിസ്തുവിനെ അല്ല ദൈവത്തെ നോക്കുമ്പം നമുക്കുണ്ടായിരിക്കണം. അത് തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ, അന്തരാത്മാവ് ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കാൻ പഠിക്കണം. ചുമ്മാ പോരടുത്ത് നോക്കുന്നതല്ല, തീക്ഷ്ണമായിട്ട് എനിക്ക് ഈ കാര്യം അറിയണം, സ്ഥാപനം ഞാൻ തീക്ഷ്ണമായിട്ട് നിന്നെ നോക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വരും. അതാണ് ഒരു ചെറിയൊരു പാട്ട് കേൾക്കുന്നത്, ദൈവമേ ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഈ അന്തരാത്മാവ്, അതായത് ചക്രത്തിനുള്ളിൽ ചക്രം ഇരിക്കുന്ന പോലെയാണ് നമ്മളെ തന്നെ കാണേണ്ടത്. നമ്മുടെ ഉള്ളിലൊരു അന്തരാത്മാവുണ്ട്, അത് എത്രമാത്രം ജീവൻ വെക്കുന്നു അതുപോലെ നമ്മുടെ പുറത്തെ ശക്തി, ശരീരത്തിന് ശക്തി ശരിയായ വിധത്തിൽ ഉപയോഗിക്കാനാകും. ഇപ്പോൾ നമ്മളൊരു ക്ലോക്ക് എടുക്കുകയാണ്, അതിൻ്റെ അകത്തൊരു ചെറിയ ചക്രങ്ങൾ നല്ലതായിട്ട് കറങ്ങുന്നത് കൊണ്ടാണ് പുറത്തെ ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്നത്. അപ്പം ചക്രത്തിനകത്തൊരു ചക്രമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നടക്കുന്ന ഈ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തരാത്മാവ് നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ജീവനുള്ളതാണ്, അതിന് ഭക്ഷണം ആവശ്യമുണ്ട്. അത് കിട്ടണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ വന്നിരിക്കണം. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അത് മനസ്സിലാക്കണം. നമ്മൾ
ലോകം അങ്ങേറ്റത്തേക്ക് ഇപ്പം ഇലോൺ മസ്കിൻ്റെ കൂട്ടുള്ളവരൊക്കെ റോബർട്ടിനെ ഭാര്യയായിട്ടും പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന എക്സസും എക്സൽ എക്സെന്നൊക്കെ പേരിട്ട് ഇതൊന്നും ദൈവത്തിനെ ചോദ്യം ചെയ്യുന്നത് പോലെ ബുദ്ധിമാനെന്ന് വിചാരിക്കുന്നവര് മഹദിയാം ബാബിലോണാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയുന്നില്ല. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലോകം മുഴുവനും നേടിയെടുത്തിട്ട് ഒരു കാര്യമേ മരിക്കാൻ നേരത്ത് പറഞ്ഞുള്ളൂ, എൻ്റെ കൈ രണ്ടും ശവപ്പെട്ടിയുടെ പുറത്തോട്ടിട്ടേക്കണമെന്ന്. ദറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് വി ആർ ഡൂയിങ് നൗ. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ദൈവത്തെ ചോദ്യം ചെയ്ത് വെല്ലുവിളിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുള്ള, അപ്പം വി ഹാവ് ടു ടേക്ക് ടൈം ടു ബിഹോൾഡ് ആൻഡ് നോ ഹൂ ഗോഡ് ഈസ്. ദൈവം ആര് എന്ന് അറിയാൻ സമയമെടുക്കണം. അതുകൊണ്ടാണ് രാവിലെ തോറും ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഒരമ്മയുടെ അടുക്കൽ ഒരു ശിശു മുല കുടിച്ചിട്ട് തൃപ്തിയാകുന്നത് പോലെ നിന്നിൽ നിന്നും തൃപ്തിയാകാൻ ഇന്നു മുതൽ നമ്മളെ ഇടയാക്കണം. അപ്പം ബിഹോൾഡിങ് ഈസ് ഡീപ്പ് ഇൻ ദ ഇന്നർ റിസസ് ഓഫ് എവ്രി ഹാർട്ട്. ദർ ഇസ് എ വാക്യൂം ആൻഡ് ഏക്ക് ടു നോ അവർ ക്രിയേറ്റർ, ഫാദർ ഗോഡ്, ഫോർ ലവ്, ഫോർ ബ്യൂട്ടി ആൻഡ് ഫോർ പീസ്. എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വാക്യൂം അല്ലെങ്കിൽ ഒരു വലിയ വിടവുണ്ട്. ഈ വാക്യൂം എന്ന് പറയുന്നത് ഒരു വേദനയാണ്. അപ്പം ഞാൻ പലയിടത്തും പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ വചനം വായിക്കുന്നെങ്കിലും ഞാൻ ചില സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്ന കർത്താവ്, ഞാൻ ദൈവത്തോട് പറയും. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ അങ്ങോട്ട് ഭക്ഷണം കഴിച്ചതല്ലേ ഉള്ളൂ. അല്ല, അതാണ് അന്തരാത്മാവ് പറയുകയാണ്, യു നീഡ് മോർ ഓഫ് ദ സ്പിരിറ്റ് ഫുഡ് ഫോർ ദ സ്പിരിറ്റ് ഓഫ് യുവേഴ്സ് ടു ബി അലൈവ് above your soul and body. ഇത് സൃഷ്ടിച്ചപ്പം ദൈവം ഈ അന്തരാത്മാവിനെ ദൈവത്തിൻ്റെ രൂപത്തിലുണ്ടാക്കിയ ദൈവവുമായിട്ടുള്ള ബന്ധം എന്നും ഉണ്ടായിരുന്നപ്പം അവിടെ ഇത് ആവശ്യമില്ല. ഇന്ന് ഈ പാപലോകത്തിൽ ഫോളൻ വേൾഡിൽ ജീവിക്കുമ്പോൾ ഓരോ വ്യക്തിയും എൻ്റെ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, അല്പസമയം ഒരു പെർട്ടിക്കുലർ സ്ഥലം എടുത്തിട്ട് 5 മണിക്ക് എഴുന്നേൽക്കുന്നവർ 5 തൊട്ട് 5:30 വരെ, അല്ലെങ്കിൽ അതിന് മുമ്പ് എഴുന്നേക്കുന്നത്, അല്ല 9 മണിക്ക് അവർ സമയം ജോലിയെല്ലാം കഴിഞ്ഞ് പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് സമയം കിട്ടുന്നു 9 തൊട്ട് 9:30 വരെ. ജോലിക്ക് പോകുന്നവർക്ക് അതിരാവിലെ സമയമില്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൽ അല്ലെ വൈകിട്ട് പെർട്ടിക്കുലർ ഒരു ടൈം ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ദൈവത്തോട് സംസാരിക്കാൻ പഠിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇരിക്കുന്ന കസേരയിൽ അഭിഷേകം ഉണ്ടാകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാതെ ദൈവാത്മാവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. അത് ചില ചർച്ചിൽ പോകുമ്പോഴായിരിക്കും, ചില മീറ്റിംഗ് നടത്തുന്ന സ്ഥലങ്ങളിലായിരിക്കും. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ ആത്മാവിനെ അറിയാനുള്ള ഒരു ഏക്ക് അല്ലെങ്കിൽ ഒരു വേദന എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അതെന്തിനാണ്? ദൈവത്തെ അറിയാനും അവൻ്റെ സ്നേഹം അറിയാനും അവൻ്റെ സൗന്ദര്യം അനുഭവിക്കുവാനും അവൻ്റെ സമാധാനം അനുഭവിക്കുവാനും. എത്ര പേർക്കതറിയാം? നമ്മളെല്ലാം തല തിരിഞ്ഞ്, അതായത് വി ആക്ച്വലി തിങ്ക് ഇൻ ദ റോങ് വേ. എല്ലാം നേടിയേച്ച് ഞാൻ ദൈവത്തെ വിളിക്കാമെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം നേടിക്കഴിഞ്ഞിട്ട് പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഇപ്പം ഞാൻ തന്നെ വചനം പറഞ്ഞു, എത്രയോ 14 വർഷമായി ടി വി തന്നെ പറയുന്നു. എല്ലാം ശരിയായിട്ട് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് വചനം പറയാമെന്ന് വിചാരിച്ചാൽ ഒരു ദിവസം പോലും പറയാനൊക്കത്തില്ല. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ കിടക്കട്ടെ, ഞാനും എൻ്റെ ദൈവവും കൂടെ ഉറപ്പുള്ള പാറയിൽ കർത്താവ് എന്നെ മലയുടെ, അതായത് ദൈവത്തിൻ്റെ മല, സിയോൻ്റെ മലയുടെ മുകളിലേക്ക് കയറ്റുമ്പം പ്രശ്നമുണ്ട്, അതിനെ ചവിട്ടിക്കൊണ്ട് ഞാൻ മുകളിലോട്ട് കയറുക എന്ന് പറയുന്നില്ല എങ്കിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ദാനധർമ്മം ചെയ്യുന്നതിൽ ഇത്ര കാശ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ സഹായിക്കാമെന്ന് വിചാരിച്ചോ, നടക്കത്തില്ല. ഉള്ളതിൻ്റെ അംശം മാറ്റി വെച്ചിട്ട് ഇതാദ്യം മറ്റുള്ളവർക്ക് അല്ലെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളതെടുത്ത് കൊടുത്തു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പം ബിഹോൾഡിങ് എന്ന് പറയുന്നത് അന്തരാത്മാവിൻ്റെ വേദനയെ മനസ്സിലാക്കിയിട്ട് ദൈവത്തിലേക്ക് കടന്നു വരിക. പാസ്കൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇതെങ്ങനെയാണ് എഴുതുന്നത്? ഇറ്റ്സ് എ ഗോഡ് ഷേപ്ഡ് ഹോൾ, ദ ഇന്നർ വാക്യൂം വി ഓൾ വാണ്ട് ആൻഡ് സീക്ക് ടു ഫിൽ. പാസ്കൽ എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുന്നത് ദൈവം ഉണ്ടാക്കിയ ഒരു വലിയ ഹോൾ അല്ലെങ്കിൽ ഒരു വാക്യൂമാണ് നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ആഴമേറിയ ഒരു കുഴിയായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഇതിനെ നികത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ.
അവിടെ ഒരു ഹോളുണ്ട്. അത് വേറെ എന്തെല്ലാം വെച്ച് നിറച്ചാലും നിറയൂല. അപ്പം നമ്മൾ ഈ വാക്വത്തിനെ ദൈവത്തെ കൊണ്ട് നിറയ്ക്കാൻ തക്കവണ്ണം നമ്മൾ പ്രയത്നിക്കുന്നില്ല എങ്കിൽ വെറുതെ സമയം കളയുകയാണ്. ഞാൻ എപ്പോഴും മക്കളോടൊക്കെ പറയാറുണ്ട്, നമ്മൾ പ്രയത്നിച്ചിട്ട് നമ്മൾ പടികൾ കയറുകയാണ്. പടി കയറുമ്പോൾ പടി കയറി മേളിൽ ചെല്ലുമ്പം ഗോവേണിയുടെ അറ്റം വേറെ സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ കയറിയപ്പോഴെല്ലാം പ്രയത്നമെല്ലാം വെറുതെ ആയില്ലേ. അതുകൊണ്ട് മേക്ക് ഷുവർ, തീർത്തും ആദ്യമേ ആലോചിക്കേണ്ടത് എൻ്റെ ഗോവേണി ഇരിക്കുന്നത് ഭൂമിയിലാണെങ്കിൽ നേരിട്ട് മേളിൽ ചെല്ലുന്നത് സ്വർഗത്തിലായിരിക്കണം. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ഗോവേണി എന്ന് പറയുന്നത്. നമ്മളെല്ലാം യാക്കോബിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുത്തവരാകയാൽ വിശ്വാസികളാകുന്ന നമ്മൾ ഓരോരുത്തരും ഏത് ഡിനോമിനേഷൻ ആകട്ടെ നമ്മളെല്ലാം ഈ ഗോവേണിയിൽ കൂടെ കയറുന്നുണ്ടോ ബിഹോൾഡിങ്. നേരിട്ട് ദൈവത്തെ കണ്ടിട്ടുള്ളവരുടെ അടുക്കൽ ചെന്നിരുന്ന ഈ ദൈവത്തെ കാണാനുള്ള ആഗ്രഹം വരും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മളും ഈ ദൈവത്തെ കണ്ടത്. മറ്റുള്ളവരുടെ കണ്ണിലെ ദൈവത്തെ കണ്ടിട്ടാണ് ഞാനൊക്കെ ദൈവത്തെ കണ്ടത്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ അനേകരിലേക്ക് ഇന്ന് പകരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ച് നോക്കാം. എങ്ങനെയാ ശ്രദ്ധിച്ച് നോക്കേണ്ടത്? സമയമെടുത്ത് നിൻ്റെ മുമ്പിൽ വന്നിരിക്കുക. വേദപുസ്തകം വായിക്കണമെങ്കിൽ അല്പനേരം വായിക്കണം. ആ വായിച്ച ഭാഗം മെഡിറ്റേറ്റ് ചെയ്ത് ദൈവത്തോട് ചോദ്യം ചോദിച്ച് ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടുന്നിടം വരെ അവിടെ ഇരിക്കുക. ചിലപ്പം 10 മിനിറ്റ് മതിയായിരിക്കും, ചിലർക്ക് അരമണിക്ക്, ചിലർക്ക് ഒരു ദിവസം മുഴുവൻ വേണ്ടി വരുമായിരിക്കും. അവിടെ ഇരിക്കാം. അവിടെ ഇരുന്ന് ദൈവത്തിൽ നിന്ന് ഈ വലിയ വാക്യൂം, ഈ വലിയതായിട്ടുള്ള ഈ ഹോള്, ഈ വലുതായിട്ടുള്ള ഈ ദ്വാരം, കർത്താവ് ഇതൊന്നും നിറച്ചു തരാതെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാനൊക്കത്തില്ല. നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ വന്നിട്ട് നിന്നെക്കൊണ്ട് തന്നെ നിറയ്ക്കുമെന്ന് പറയുമ്പം ആദ്യമേ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, അവർക്ക് എന്തെന്നറിയാതെ അവരുടെ ചെറുപ്രായത്തിൽ ലോകത്തിൻ്റെ പ്രാന്തിൻ്റെ പുറകെ ഓടി നടക്കുമ്പം ദൈവമേ അല്പം സ്വസ്ഥതയോടെ നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ ആരുടെ മകളെ എന്നുള്ള ബോധം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കണം. ജീവിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണം. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം, ഒരു ഉടമ്പടി നിന്നോട് എടുത്താൽ അബ്രഹാമിന് കൊടുത്ത സകല അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വരുമെന്നുള്ളത് സംശയമില്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും തരാമെന്ന് പറഞ്ഞ ദൈവം ഞങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്നതിനാൽ ഞങ്ങൾ എന്നെ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ സാന്നിധ്യം ഞങ്ങളെ മുൻപോട്ട് നയിക്കട്ടെ. ഞങ്ങളുടെ തലമുറകളോട് ഈ കരുണ അയച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിഹോൾഡ് താവേ, നിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള കൃപ. മറ്റുള്ളതെല്ലാം എടുത്തു മാറ്റി വെച്ച് നേർവഴിക്ക് കൊണ്ടുവന്നാട്ട് പ്രാർത്ഥന കേട്ട് അനേക മക്കൾക്ക് ഇതൊരു വെളിച്ചമാക്കി മാറ്റുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.